തുടരുന്നു. CPM പുറത്താക്കിയ വി കുഞ്ഞികൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നീക്കം ചെയ്തു എന്നാണ് വാർത്ത. കുഞ്ഞികൃഷ്ണൻ അനുകൂലികൾ തന്നെയാണ് താൽക്കാലിക ഓഫീസ് മാറ്റിയത്. സ്ഥലമുടമ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഓഫീസ് നീക്കിയതെന്നും ഉടമയെ CPIM ഭീഷണിപ്പെടുത്തിയെന്നുമാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. ഇതാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് അയാളുടെ അനുമതിയോടുകൂടി ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കുകയാണ് ചെയ്തത്. അതിന്ന് ഉച്ചയോടുകൂടി പൂർത്തിയായതാണ്. പക്ഷെ പിന്നീട് സ്ഥലമുടമ ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, അതൊന്ന് ഒഴിവാക്കി തരണം, എനിക്ക് നേരെ ഭീഷണി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ആ നിർമ്മിച്ച ഓഫീസ് പൊളിച്ചു മാറ്റുകയായിരുന്നു. അജീഷ് ജയകുമാർ കണ്ണൂരിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജീഷ്, പാർട്ടിക്ക് CPIMന് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ള ഒരു മണ്ണാണ് പയ്യന്നൂർ. അവിടെയാണ് വി കുഞ്ഞികൃഷ്ണന്റെ വിമത സ്ഥാനാർത്ഥിത്വം വന്നത്. അതോടുകൂടി തന്നെ പാർട്ടി ആദ്യം പ്രതിരോധത്തിലായതാണ്. അവിടെ ഏറ്റവും വലിയ ജയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ CPIMന് അത് അവരുടെ വലിയൊരു പ്രതിജ്ഞയായി മാറിയിട്ടുമുണ്ട്. ഇപ്പോൾ അങ്ങനെ പല വഴികൾ നോക്കുന്നു. വി കുഞ്ഞികൃഷ്ണനെ ഒരു തരത്തിലും നല്ല രീതിയിൽ മത്സരിക്കാൻ വിടില്ല എന്നാണോ ഇത്തരം നീക്കങ്ങൾ എന്ന് മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ സ്ഥല ഉടമയ്ക്കുള്ള ഭീഷണി അത് ആരിൽ നിന്നുണ്ടായി എന്നത് സംബന്ധിച്ച് വിവരങ്ങളുണ്ടോ? നിലവിൽ ആരാണ് ഭീഷണിപ്പെടുത്തിയത് എന്നുള്ള വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ ആണ് ആരോപിക്കുന്നത് ഈ സ്ഥലമുടമയെ ഭീഷണിപ്പെടുത്തിയാണ് അദ്ദേഹം ഈ താൽക്കാലികമായി കെട്ടിയ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടതെന്ന്. ഇന്ന് രാവിലെ ആയിരുന്നു ഇതിന്റെ പണികൾ തുടങ്ങിയത്. ഉച്ചയോടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണം പൂർത്തിയായിരുന്നു. ഈ അവിടുത്തെ ഒരു പ്രാദേശിക വ്യവസായിയുടെ ഒഴിഞ്ഞുകിടന്ന ഭൂമിയിലായിരുന്നു, കണ്ടോത്ത്, അവിടെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിർമ്മിച്ചത്. എന്നാൽ ഉച്ചയോടെ ഈ സ്ഥല ഉടമ തന്നെ കുഞ്ഞികൃഷ്ണനെ ഫോണിൽ വിളിച്ച് ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒഴിയണം, അത് അഴിച്ചു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. തനിക്ക് ഭീഷണി ഉണ്ടായിരുന്നു എന്നാണ് സ്ഥല ഉടമ പറഞ്ഞതെന്നായിരുന്നു കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. നമ്മൾ ഇത് സംബന്ധിച്ച് CPIMന്റെ നേതാക്കളോട് സംസാരിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഇത് സംബന്ധിച്ച് വിവരമൊന്നും ഇല്ല, ഇത് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ അടക്കം ആ പ്രതികരണം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഇന്ന് രാവിലെ കെട്ടി ഉച്ചയ്ക്ക് പൂർത്തിയായി. ഉച്ചയോടെ തന്നെ അത് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ അത് അഴിപ്പിക്കുകയും ചെയ്തു. അജീഷ്, ഈ UDFന്റെ പ്രതികരണമുണ്ടോ? അവരുടെ പിന്തുണയെ സംബന്ധിച്ച് പുതിയ വിവരങ്ങളുണ്ടോ? അല്ല പുതിയ അവരുടെ തന്നെ സ്ഥാനാർത്ഥിയെ നീക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടോ? അല്ല കുഞ്ഞികൃഷ്ണന് പൂർണ്ണ പിന്തുണ നൽകുമോ? ഇപ്പൊ നമ്മൾ ഇന്ന് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസ് ഭാരവാഹികളടക്കം വിളിച്ചിരുന്നു. അവർ കുടുംബയോഗങ്ങളടക്കം ആലോചിച്ചിരുന്നു. പക്ഷേ കുഞ്ഞികൃഷ്ണൻ നിസ്സഹകരണം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞികൃഷ്ണന്റെ പ്രചരണത്തോടൊപ്പം പോകണ്ട എന്നുള്ളതാണ് അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുടെ തീരുമാനം. കുഞ്ഞികൃഷ്ണൻ ഇങ്ങോട്ട് സഹകരിച്ചാൽ മാത്രം അങ്ങോട്ടും സഹകരണം മതി എന്നുള്ളതാണ് അവരുടെ ഒരു വികാരം. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ കോൺഗ്രസിനകത്ത് വലിയ പ്രതിഷേധമുണ്ട് ഈ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ഒരു തീരുമാനത്തിനെതിരെ. സ്വാഭാവികമായിട്ടും ഈ പിന്തുണച്ചതിനെതിരെ പ്രതിഷേധമുള്ളപ്പോൾ കുഞ്ഞികൃഷ്ണൻ ഇങ്ങനെ നിസ്സഹകരണം കൂടി തുടർന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വോട്ടുകൾ കുഞ്ഞികൃഷ്ണനെ കിട്ടുമോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തകർക്ക് അകത്ത് വലിയ പ്രതിഷേധം തന്നെയുണ്ട് കുഞ്ഞികൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കാൻ പിന്തുണച്ചതിൽ. എന്തായാലും ഈ കുഞ്ഞികൃഷ്ണന്റെ ഒരു പരിപാടികളിലും ഈ കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുക്കുന്നില്ല. കോൺഗ്രസ് പ്രവർത്തകർ ആലോചിച്ചിരുന്ന അല്ലെങ്കിൽ UDFന്റെ പ്രവർത്തകർ ആലോചിച്ചിരുന്ന കുടുംബയോഗങ്ങളിലും മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലൊന്നും കുഞ്ഞികൃഷ്ണനും അദ്ദേഹത്തിന്റെ അനുയായികളും പങ്കെടുക്കുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.